The demand to change the name of the state Kerala to Keralam is a long pending request from the people of Kerala. Last year also, the state government had submitted the same demand to the central government. ഒടുവിൽ ഏറെ നാളുകളായുള്ള മലയാളികളുടെ ആ ആഗ്രഹം സഫലമായി. ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കി. ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നാണ് അംഗീകാരം നൽകിയതെങ്കിലും കേരളത്തിന്റെ ഈ ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനായി ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചത്. ഇതേ വിഷയത്തിൽ 2023 നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയത്തിൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് മാറ്റി കേരളം ആക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 1-ാം പട്ടികയിൽ മാത്രം ഭേദഗതി വരുത്തിയാൽ മതിയാകുമെന്നും 8-ാം പട്ടികയിൽ പേരുമാറ്റം വരുത്തേണ്ടതില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് പിന്നീട് പുതുക്കിയ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. CPI MP P സന്തോഷ് കുമാർ 2024 ജൂലൈ 22 ഈ വിഷയം രാജ്യസഭയിൽ ശക്തമായി ഉന്നയിച്ചു. Keralam is a long pending request from the people of Kerala. Since the state's name should reflect the history, culture and heritage of the people living in the state, the demand to change the existing name to an indigenously originated name is genuinely acceptable. Cities and districts have changed their names in tune with the rising demands of the people. Uttaranchal became Uttarakhand in 2007. Odisha was renamed Odisha in 2011. Mumbai was renamed Mumbai and Madras became Chennai. Hence, the central government can take steps to change the name of Kerala to Keralam as well. I strongly demand the union government should take proactive steps to alter the name of Kerala to name of the state to Keralam in the as the earliest. Thank you. ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും കേരളം എന്ന് മാറ്റണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം അംഗീകരിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാതീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കേരളം ആക്കുന്നതിനുള്ള ബില്ല് രാഷ്ട്രപതി ആദ്യം നിയമസഭയുടെ അംഗീകാരത്തിന് അയക്കും. തുടർന്ന് പാർലമെന്റിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി.